ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം, എന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഉക്രൈൻ റഷ്യ വാറിൽ വലിയ ട്വിസ്റ്റാണ് കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, അമേരിക്കയും ഉക്രൈനുമായിട്ട് ഡീൽ സൈൻ ചെയ്തു, മിനറൽ ഡീൽ സൈൻ ചെയ്തു. അത് ഏകദേശം ഒരു പ്രത്യേക സ്പെസിഫിക് പീരീഡിന് വേണ്ടിയാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അവരുടെ എല്ലാ മിനറൽസും അതേപോലെ അൺടാപ്ഡ് ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസും അമേരിക്കയ്ക്ക് കൈമാറുന്നു. അതിന്റെ 50% ലാഭം ഉക്രൈന് കൊടുക്കുന്നു റീബിൽഡ് ചെയ്യാൻ. കാരണം അമേരിക്ക കൊടുത്ത വെപ്പൺസുമായി ബന്ധപ്പെട്ട പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടി. ഏറ്റവും ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇതൊരു ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂവിന്റെ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. ഒന്നാമത്തത്, നിങ്ങൾക്കറിയാം, റഷ്യയാണ് ഉക്രൈൻ റഷ്യ വാറിൽ അഡ്വാൻറ്റേജ് ആയിരുന്നു. കുഷക് ആ ഭാഗം അവർ തിരിച്ചു പിടിച്ചു ഓൾമോസ്റ്റ്. രണ്ടാമത്തേത്, ഏകദേശം 50 വർഷത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മോസ്കോയിലുള്ള 3 പ്രധാനപ്പെട്ട എയർപോർട്ടുകൾ അടച്ചിട്ടു. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് വളരെ കെയറായിട്ട് നിങ്ങൾ കേൾക്കുക കാര്യങ്ങൾ. പുള്ളി അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബറാണ്. അപ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പം, ന്യൂസ് കണ്ടപ്പം ഞാൻ നോക്കിയാണ്. മാത്യു സാമുവൽ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളി പറഞ്ഞ കാര്യത്തോട് കുറച്ച് കാര്യങ്ങളൊക്കെ ട്രൂ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും അലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഹായ് എവരിവൺ. അപ്പോൾ പുള്ളി കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പുള്ളി അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള യൂട്യൂബറാണ്. നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു യൂട്യൂബേഴ്സാണ്. പക്ഷെ പുള്ളി പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു. അതായത് പുള്ളി പറയുന്നുണ്ട്, ഈ നമ്മുടെ യുക്രൈന് റഷ്യയിലേക്ക് വന്നിട്ട് ആക്രമണം നടത്തിയിട്ട് റഷ്യയിലെ പ്രധാനപ്പെട്ട എയർപോർട്ടുകൾ അടച്ചുപൂട്ടിയിരിക്കുന്നു. അതായത് റഷ്യയിലെ ഇന്റർനാഷണൽ എയർപോർട്ട്, അതായത് 3 എയർപോർട്ടാണ് മെയിനായിട്ട് ഉള്ള റഷ്യയുടെ ഇന്റർനാഷണൽ എയർപോർട്ട്. ഒന്ന് DME ദൊമദേദോവോ എയർപോർട്ട്, 2 VKO ഇവനക്കേവോ എയർപോർട്ട്, 3 SVO ഷർമത്തേവോ എയർപോർട്ട്. ഈ 3 എയർപോർട്ടും ഈ വീഡിയോ ഒരു ദിവസം മുമ്പ് ചെയ്തതാണ്. ആ ടൈമിന് ഒരുപാട് ആൾക്കാർ ഓൾറെഡി റഷ്യയിൽ വന്നിറങ്ങിയിട്ടുണ്ട് ഈ 3 എയർപോർട്ടിലായിട്ട്. അവർക്കൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. അവരിവിടെ വന്ന് ഇറങ്ങിയിട്ട് ഓൾറെഡി ഇന്നിപ്പം 7-ാം തീയതി ആളുകൾ ഇവിടെ റഷ്യയിൽ വന്നിറങ്ങിയിട്ടുണ്ട്, 6-ാം തീയതി വന്നിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊന്നും യാതൊരു തരത്തിലുള്ള എയർപോർട്ട് അടച്ചിടലോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് പുള്ളിക്ക് ഇത് മനസ്സിലായെന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം അവിടെ പല ആൾക്കാരും ആ ടൈമിന് 7-ാം തീയതി 6-7 പോയിട്ട് എയർപോർട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ പിക്കപ്പ് ചെയ്തിട്ടുണ്ട്, പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ജാസ്പ്രോ വഴി റഷ്യയിലെത്തിയതാണ്. ഞാൻ എത്തിയത് ഇന്നലെയാണ്, 7-ാം തീയതി. അപ്പോൾ വേറെ ഇഷ്യൂയും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടായില്ല. ഫ്ലൈറ്റായാലും എയർപോർട്ടിലായാലും അങ്ങനെ വേറെ ഇഷ്യൂയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അല്ലാതെ നല്ല രീതിയിൽ നടന്ന് എത്തി. അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങളും കേട്ടായിരുന്നു ഇങ്ങനത്തെ ന്യൂസുകൾ, എയർപോർട്ടൊക്കെ അടച്ചിട്ട് കാണുന്നു. പക്ഷെ അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഇപ്പൊ നടക്കണില്ല. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് പറയാണ്, വെറുതെ ഓരോ കാര്യങ്ങളും അതിനെക്കുറിച്ച് മെയിനായിട്ട് കാര്യങ്ങളൊന്നും അറിയാതെ വെറുതെ യൂട്യൂബ്സിലൂടെ പുള്ളി അത്യാവശ്യം സ്റ്റാൻഡേർഡ് യൂട്യൂബറാണ്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു യൂട്യൂബറാണെന്ന് എനിക്ക് തോന്നുന്നു. പുള്ളി പറഞ്ഞതിലും ഒരു ഏകദേശം കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ പുള്ളി പറഞ്ഞാലും പകുതിയിൽ കൂടുതൽ കാര്യങ്ങളും തെറ്റായിട്ടുള്ള റോങ് ഇൻഫർമേഷനാണ്. അപ്പോൾ ഒന്നാമത്തെ മെയിനായിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞിരുന്നത് എയർപോർട്ട് അടച്ചിട്ടിട്ടുണ്ടെന്ന്. റഷ്യയിലുള്ള എയർപോർട്ട് ഇതുവരെ ആയിട്ടും ഇന്ന് ഡേറ്റ് 8 വരെ റഷ്യൻ്റെ ഒരു എയർപോർട്ടും ഇതുവരെ ആയിട്ടും അടച്ചിട്ടിട്ടില്ല. അത് വെറുതെയാണ്. അല്ലാതെ റഷ്യൻ്റെ ഉള്ളിൽ കയറിയിട്ടൊന്നും ഒരു രാജ്യത്തെയും റഷ്യക്ക് ആക്രമിക്കാൻ അങ്ങനൊന്നും പറ്റത്തില്ല. അത് ഇതിൻ്റെ റഷ്യൻ്റെ ഉള്ളിൽ നിന്നല്ല, ചെറിയ ബോർഡർ കടന്നാൽ തന്നെ ആ രാജ്യത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. അപ്പം പിന്നെ അങ്ങനെ മോസ്കോയിൽ കയറിയിട്ട് ഒരു എയർപോർട്ട് ആക്രമിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തൊക്കെ സംഭവിക്കാന്നുള്ളത് പുള്ളിക്ക് ഊഹിച്ചെടുക്കാവുന്നേ ഉള്ളൂ. പുള്ളിക്കറിയാം റഷ്യയുടെ പവർ എത്രത്തോളം ഉണ്ടെന്ന് പുള്ളിയുടെ വീട്ടിൽ തന്നെ പറയുന്നുണ്ട്.
പുള്ളി. അപ്പോൾ എങ്ങനെയാണ്, അതായത് എത്രയോ പല രാജ്യങ്ങളിൽ നിന്നും ഒന്നാമത് അറബ് UAE, അതുപോലെ തന്നെ പല ഖത്തർ, അതുപോലെ തന്നെ GCC രാജ്യങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ ഈജിപ്ത്, പിന്നെ തുർക്കി, ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഫ്ലൈറ്റുകളൊക്കെ ഡെയിലി വന്നിറങ്ങുന്നത്, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ഫ്ലൈറ്റുകളൊക്കെ ഡെയിലി വന്നിറങ്ങുന്നതാണ് ഈ എയർപോർട്ടുകളിലൊക്കെ. ഈ എയർപോർട്ടൊന്നും അങ്ങനെ പെട്ടെന്ന് അടച്ചിടത്തില്ല റഷ്യ. കാരണം വെച്ചാൽ കാരണം റഷ്യൻ്റെ ഒരു മെയിൻ ഇൻകം എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ടൂറിസ്റ്റുകളാണ്. പിന്നെ ടൂറിസ്റ്റുകളെ കൊണ്ട് തന്നെയാണ്. അതുപോലെ ടൂറിസ്റ്റ് ഏറ്റവും കൂടുതൽ, ലോകത്തെ തന്നെ ഏറ്റവും കൂടുതലും ടൂറിസ്റ്റുകൾ വന്നിറങ്ങുന്ന ഒരു സ്ഥലമാണ് മോസ്കോ, നിങ്ങൾക്കറിയാം. പിന്നെ സെന്റ് പീറ്റേഴ്സ്ബർഗ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും എയർപോർട്ടൊന്നും ഇടത്തില്ല. അപ്പോൾ ഈ സാമുവൽ മാത്യു എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളിയോട് പറയാനുള്ളത്, ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത്. അങ്ങനെ ഒരു സംഭവം ഇല്ല ഇവിടെ. അങ്ങനെ ഒരിക്കലും എയർപോർട്ടൊന്നും അടച്ചിട്ടില്ല. അങ്ങനെ ഒരു ബ്രിട്ടനോ ഒരു അമേരിക്കയോ ഒരു മറ്റു രാജ്യങ്ങളോ വിചാരിച്ചാൽ റഷ്യയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അത് പണ്ടേ അവർ ചെയ്ത് കഴിയേണ്ട സമയം കഴിഞ്ഞു. റഷ്യ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ആക്രമിച്ച് കീഴ്പ്പെടുത്തി മുന്നേറാനൊന്നും പറ്റില്ല. പക്ഷെ പുള്ളി പറയുന്നുണ്ട് റഷ്യ അഡ്വാൻറ്റേജ് ആയിട്ട് കുറേ സ്ഥലങ്ങൾ റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ടാവും. പക്ഷേ റഷ്യൻ്റെ അകത്ത് കയറിയൊരു സ്ഥലം പോലും അങ്ങനെ യുക്രൈനൊന്നും ഒരു രാജ്യത്തിന് പെട്ടെന്നൊന്നും കയറി അങ്ങനെ പിടിച്ചെടുക്കാനൊന്നും പറ്റില്ല. കാരണം റഷ്യ അത്രയും പവർഫുൾ കൺട്രിയാണ്. റഷ്യ ഈസ് വെരി പവർഫുൾ കൺട്രി. ഡിഫൻസ് സിസ്റ്റം ഈസ് വെരി സ്ട്രോങ്. അപ്പോൾ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ഇവിടെ വന്നിട്ട് അങ്ങനെ ആക്രമിച്ച് റഷ്യനകത്ത് കയറി റഷ്യൻ എയർപോർട്ട് ആക്രമിക്കുക, അതൊന്നും പറ്റില്ല. കാരണം വെച്ചാൽ ഇവിടെ എല്ലാ ലഡാർ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ആക്രമിച്ച് റഷ്യയെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് അത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും ഇമ്പോസിബിൾ എന്ന് തന്നെ പറയാം. അതായത് ഇപ്പോൾ പല രാജ്യങ്ങളും തമ്മിൽ ഇങ്ങനെ യുദ്ധം ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അമേരിക്ക ഇടപെട്ട് കഴിഞ്ഞാൽ അമേരിക്ക പറഞ്ഞു ഈ ഒരു രാജ്യത്തിൻ്റെ കൂടെ ഞങ്ങൾ കൂടി സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇറാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ, അതങ്ങനെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. അപ്പം അമേരിക്ക പറയാണ് നമ്മൾ ഇറാൻ്റെ കൂടെ ഒരിക്കലും, അങ്ങനെ അമേരിക്ക ഒരിക്കലും ഇറാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല, അപ്പോൾ സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം ഇറാനും അമേരിക്ക തമ്മിൽ ഭയങ്കര ശത്രു രാജ്യങ്ങളാണ്. അപ്പോൾ അമേരിക്ക ഫോർ എക്സാമ്പിൾ അമേരിക്ക പറയാണ് നമ്മൾ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ ആ യുദ്ധം അവിടെ നിർത്തും. കാരണം അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പവർഫുൾ കൺട്രിയാണ്. പക്ഷേ അതേപോലെ റഷ്യ ഉക്രൈനോട് പറയാണ് റഷ്യയോട് പറയാണ് നമ്മൾ ഉക്രൈൻ്റെ കൂടെ പോയി സപ്പോർട്ട് ചെയ്യുന്നു. റഷ്യയോട് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ പോയിട്ട് പണി നോക്കാൻ പറയും. കാരണം അത് ഓൾറെഡി അമേരിക്ക പല രീതിയിലും പണി കൊടുക്കും. കാരണം റഷ്യക്ക് അറിയാം, റഷ്യൻ്റെ ഡിഫൻസ് സിസ്റ്റം റഷ്യക്ക് അറിയാം. റഷ്യൻ്റെ ആ രാജ്യത്തെ ഒരു ഡിഫൻസ് സിസ്റ്റം അത്ര സ്ട്രോങ് ആണ്. അമേരിക്ക അല്ല, അതിനേക്കാളും വലിയ രാജ്യങ്ങൾ വിചാരിച്ചാലൊന്നും റഷ്യ അത്ര പെട്ടെന്നൊന്നും തകർക്കാനൊന്നും പറ്റത്തില്ല. കാരണം എല്ലാം കൊണ്ടും മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാതെ നിൽക്കുന്ന രാജ്യമാണ്. സാങ്ഷനൊക്കെ പുല്ല് വില കൽപ്പിച്ചാണ് ഉപരോധങ്ങളൊക്കെ അവർ മറികടന്ന് മുന്നേറിയത്. ഇപ്പം ഗൂഗിൾ റേറ്റ് ഒക്കെ ഹൈ ലെവലിലെത്തി. റൂബിളൊക്കെ നല്ല ലെവലിൽ സെയിം റേറ്റിലേക്ക് തന്നെ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ പുള്ളിയോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയരുത്. കാരണം ഞാൻ പറയാം, 6, 7, 8 ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. എയർപോർട്ടൊന്നും അങ്ങനെ അടച്ച് ഇടേണ്ടി വന്ന ഒരു സാഹചര്യം ഇതുവരെയായിട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ കാര്യം നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഫേക്ക് ന്യൂസൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ വേറൊന്നുമില്ല, ഇങ്ങനെയുള്ള ഈ ചെറിയൊരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.